ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ബീറ്റ്സ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് സൗണ്ട് വേവുകൾ അവയുടെ ഫ്രീക്വൻസികൾ നിയർലി ഈക്വൽ ആവാം, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറന്റ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ ഈക്വൽ അല്ലെങ്കിൽ നിയർലി ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്സ് ആകാം. ഒരേ ഡയറക്ഷനിലൂടെ പോവുകയാണ്, ഒരു പ്രത്യേക പോയിന്റിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ് എങ്കിൽ ആ റിസൾട്ടന്റ് സൗണ്ട് ഇന്റൻസിറ്റി ഓൾട്ടർനേറ്റ് ആയി റൈസ് ചെയ്യും, ഫോൾ ചെയ്യും, അല്ലെങ്കിൽ വാക്സ് ചെയ്യും, വെയിൻ ചെയ്യും എന്ന് പറയാം. ഓക്കെ, കൂടും കുറയും, കൂടും കുറയും. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ്സ്. ഈ ഫെനോമെനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ്സ്. അതായത് പീരിയോഡിക് വാക്സിംഗ് ആൻഡ് വെയിനിങ്. ഇത് വെയിനിങ് ആണ് കേട്ടോ, വാക്സിംഗ് ആൻഡ് വെയിനിങ് ഓഫ് സൗണ്ട് അറ്റ് എ ഗിവൺ പൊസിഷൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ്സ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ബീറ്റ് ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കൂ, രണ്ട് ഫ്രീക്വൻസികൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. സ്ലൈറ്റ്ലി ഡിഫറന്റ് ആണ് എങ്കിൽ ഈ ബീറ്റ് ഫ്രീക്വൻസി ഒന്നുകിൽ ν1 മൈനസ് ν2, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ν1 ആൻഡ് ν2 ആണ് കേട്ടോ. അപ്പോൾ ν1 മൈനസ് ν2 അല്ലെങ്കിൽ ν2 മൈനസ് ν1 ആകാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബീറ്റ്സ്. നമ്പർ ഓഫ് ബീറ്റ്സ് ഫോംഡ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ബീറ്റുകൾ കേൾക്കണം എങ്കിൽ നോക്കൂ, സൂപ്പർ പോസ് ചെയ്യുന്ന നോട്ടുകൾ അവയുടെ ഫ്രീക്വൻസികളുടെ എന്താണ് ഡിഫറൻസ് 10 ഹെർട്സിൽ കുറവായിരിക്കണം, എന്നാലേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബീറ്റുകൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അത് ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഇനി നോക്കൂ, ഡിറ്റർമിനേഷൻ ഓഫ് അൺനോൺ ഫ്രീക്വൻസി ബൈ ബീറ്റ്സ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എന്താണ്, എങ്ങനെയാ ചെയ്യുന്നത് നോക്കൂ. ഒരു ട്യൂണിംഗ് ഫോർക്ക് എ നിങ്ങൾ എടുക്കുന്നു, അതിന്റെ ഫ്രീക്വൻസി നിങ്ങൾക്കറിയാം, സ്റ്റാൻഡേർഡ് ട്യൂണിംഗ് ഫോർക്കാണ്. ഇനി നിയർലി സിമിലർ ആയ മറ്റൊരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കുന്നു, ട്യൂണിംഗ് ഫോർക്ക് ബി, അതിന്റെ ഫ്രീക്വൻസി അൺനോൺ ആണ്. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് സൗണ്ട് ചെയ്യുമ്പോൾ, സൗണ്ട് ടുഗദർ എന്ന് പറഞ്ഞാൽ ഇവ പുറപ്പെടുവിക്കുന്ന വേവുകൾ സൂപ്പർ പോസ് ചെയ്യുന്ന ഒരു പോയിന്റിൽ. അപ്പൊ നോക്കൂ, ആ പോയിന്റിൽ എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ് കേൾക്കുന്നത്. അതായത് ആ ബീറ്റ് ഫ്രീക്വൻസി എത്രയാണ്, എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, എങ്കിൽ നിങ്ങൾക്കറിയാം ന്യൂ ബി എന്ന് പറഞ്ഞാൽ ന്യൂ എ പ്ലസ് ഓർ മൈനസ് എക്സ് ആണ്. അതായത് ഒറിജിനൽ ഉള്ളതിനേക്കാൾ ഒന്നുകിൽ കുറവ് സ്ലൈറ്റ്ലി, അല്ലെങ്കിൽ കൂടുതൽ, അങ്ങനെയല്ലേ വരുള്ളൂ. ബീറ്റ് ഫ്രീക്വൻസി ന്യൂ ബി ഈസിക്കൽ ടു ന്യൂ എ പ്ലസ് ഓർ മൈനസ് എക്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റ് ഫ്രീക്വൻസികൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട്, അതിൽ നമുക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, കുറച്ചുകൂടി ഡീപ്പായി അനലൈസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡോപ്ലർ ഇഫക്റ്റ്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ഒരു സോഴ്സ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, ഒബ്സർവർ അത് കേൾക്കുന്നു, രണ്ടുപേരും റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. എന്നാൽ ഒബ്സർവർ മൂവ് ചെയ്യുന്നു ഒരു നിശ്ചിത വെലോസിറ്റിയിൽ, അല്ലെങ്കിൽ സോഴ്സ് മൂവ് ചെയ്യുന്നു ഒരു നിശ്ചിത വെലോസിറ്റിയിൽ. അപ്പോൾ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ടാകുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്ലർ പ്രഭാവം, അല്ലെങ്കിൽ ഡോപ്ലർ ഇഫക്റ്റ്. ഓക്കെ, ഇത് ലൈറ്റിനും ഉണ്ട്. നമ്മളിവിടെ സൗണ്ടിന്റെ കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ, ഇത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എപ്പോ കുറയും എപ്പോ കൂടുമെന്ന്, ട്രൂ ഫ്രീക്വൻസിയിൽ നിന്നും കുറയുന്നത് എപ്പോ, കൂടുന്നത് എപ്പോ. അതായത് സോഴ്സും ഒബ്സർവറും അപ്രോച്ച് ചെയ്യുമ്പോൾ, പരസ്പരം അടുക്കുമ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കൂടുതലായിരിക്കും, എന്നാൽ പരസ്പരം അകലുമ്പോഴോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കുറവായിരിക്കും. വായിച്ച് മനസ്സിലാക്കാം, എളുപ്പമാണ്. ഇനി നോക്കിക്കേ, ഈ കേസ് വെച്ചാണ് നമ്മൾ ഓരോ ഇക്വേഷനുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നോക്കൂ, ഇത് സോഴ്സ് ആണ്, ഇത് ഒബ്സർവർ ആണ്. ഓക്കെ, സോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, സോഴ്സിന്റെ വെലോസിറ്റി വി എസ് ആണ്. ഇനി സോഴ്സ് നോക്കൂ, സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയില്ലേ, ആ സൗണ്ടിന്റെ വെലോസിറ്റി വി ആണ്. ഇനി ഒബ്സർവർ നോക്കിക്കേ, ഒബ്സർവർ ഈ ദിശയിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാണ്, ഒരേ ദിശയിൽ ഡയറക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒബ്സർവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്, വി ഒ ആണ്. എങ്കിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഇത് നോക്കൂ, യഥാർത്ഥത്തിൽ ഈ സൗണ്ട് വേവ് അല്ലെങ്കിൽ ഈ സോഴ്സ് സൗണ്ട് വേവ് പുറപ്പെടുവിക്കുന്ന ഫ്രീക്വൻസി ν0 ആണ്. എന്നാൽ ഈ റിലേറ്റീവ് മോഷൻ കാരണം ആ ν0 ന്യൂ ആയി മാറും. ആ ന്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂ ഈസ് ഈക്വൽ ടു ν0 ഇൻറ്റു വി മൈനസ് V0 ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഓക്കെ, എന്താണ്
ഈ കേസിലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വി പ്ലസ് ഓർ മൈനസ് വി ഒബ്സർവർ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, കാര്യം ഇത് എന്താണ്, ഈ കേസിൽ ഇത് ഇങ്ങനെയാകുന്നു എന്നതാണ്. ഓക്കെ, സംശയമില്ലല്ലോ. കാര്യം എന്താണ്? വി എന്നാൽ സൗണ്ടിന്റെ വെലോസിറ്റി ഓഫ് സൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ, അതുപോലെ വെലോസിറ്റി ഓഫ് സൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് സോഴ്സ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോർമുല. ഓക്കെ, ഡയറക്ഷൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ഡയറക്ഷൻ. ഇനി വി ഒ ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ വി ഒക്ക് പകരം മൈനസ് വി ഒ കൊടുക്കുക, അപ്പൊ വി പ്ലസ് വി ഒ എന്ന് കിട്ടും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ബേസിക് ഫോർമുലയെ മാറ്റേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ബേസിക് ഫോർമുല എഴുതുമ്പോൾ ഈ പടം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. എങ്ങനെയാണ് സോഴ്സ് മൂവ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലൂടെയാണ്, എങ്ങനെയാണ് ഒബ്സർവർ മൂവ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലൂടെയാണ്. ഓക്കെ, സംശയമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. ന്യൂ സീറോ ട്രൂ ഫ്രീക്വൻസി ആണ്. ഇനി നമ്മൾ ഇതിന്റെ സ്പെഷ്യൽ കേസസിലേക്ക് പോവുകയാണ്. ഇനി നോക്കിക്കേ, ഓൺലി സോഴ്സ് എസ് ഈസ് ഇൻ മോഷൻ ടുവേർഡ്സ് ദി ഒബ്സർവർ. അതായത് സോഴ്സ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, ഒബ്സർവർ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ സോഴ്സിന്റെ ദിശ പോസിറ്റീവായിട്ട് നോക്കൂ, ഇതാണ് ഡയറക്ഷൻ. ഇത് പോസിറ്റീവായിട്ട് എടുത്താൽ വി സീറോ സീറോയാണ്. അപ്പൊ നോക്കൂ, ഇത് സീറോ അല്ലേ? അപ്പൊ ഇവിടെ കിട്ടുന്ന എന്താണ്? വി ബൈ വി മൈനസ് സീറോ. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇതും കൂടെ നോക്കാം. ഇഫ് സോഴ്സ് എസ് ഈസ് ഇൻ മോഷൻ എവേ ഫ്രം ദി ഒബ്സർവർ. നോക്കൂ, ഒബ്സർവറിൽ നിന്നും എവേ ആണ് സോഴ്സ് ഇങ്ങനെയാണ് സോഴ്സ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷൻ ഏതാണ്? നെഗറ്റീവ് ആണ്. അപ്പൊ വി മൈനസ് ഓഫ് മൈനസ് വി എസ്. അപ്പൊ വി പ്ലസ് വി എസ്, ഇത് സീറോ ആയി, ഒബ്സർവർ സീറോ ആയി പോകുന്നു. അതാണ് ഇങ്ങനെ. ഇനി നോക്കൂ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയുടെ ലെങ്ത് കൂടി പോകും, ചിലപ്പോൾ എന്താണ് വീഡിയോയുടെ സൈസ് കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഡയറക്ഷൻ മാറ്റി മാറ്റി നോക്കിയാൽ മതി. ആ പടത്തിൽ നിന്ന് നിങ്ങൾ നോക്കുക, അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ സ്റ്റേറ്റ്മെന്റിലുള്ളത്. അപ്പോൾ വി സീറോ അല്ലെങ്കിൽ വി എസിന് സീറോ കൊടുക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക, അപ്പോൾ കിട്ടുന്നതാണ് ഉത്തരം. ഇത് എല്ലാം കാണാതെ പഠിക്കേണ്ട കാര്യം, ഒരിക്കലും നിങ്ങൾ ഇതെല്ലാം കാണാതെ പഠിക്കരുത്. ഇത് സ്പെഷ്യൽ കേസസ് ആണ്. നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഡയഗ്രാം മനസ്സിൽ ഇങ്ങനെ വരച്ചു വെക്കുക, ഈ ഇക്വേഷൻ മനസ്സിലാക്കി പഠിക്കുക. റിലേറ്റീവ് വെലോസിറ്റി ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നും മാറ്റം ഇട്ട് എന്ത് ചെയ്യുക, ഓരോ സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് അല്ലെങ്കിൽ കേസുകൾ അനുസരിച്ച് ഡയറക്ഷൻ മാറ്റുക. സൈൻ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ആ ഫോർമുല കിട്ടും. സ്ട്രൈറ്റ് ഫോർവേഡായി ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ ഏകദേശം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുക. ഓർഗൻ പൈപ്പ്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ സ്റ്റാൻഡിംഗ് വേവ്, ഓപ്പൺ ഓർഗൻ പൈപ്പിൽ സ്റ്റാൻഡിംഗ് വേവ് മുതലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഡീറ്റെയിൽഡ് ആയി ആ ഫ്രീക്വൻസി, ഫസ്റ്റ് ഹാർമോണിക്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അതെല്ലാം പഠിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ 14 വേവ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. 25ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്, എന്നിട്ട് ഇതൊന്ന് വായിച്ച് നോക്കാവുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പറുകൾ ഏതൊക്കെയാണ്? 5, 8, 9, 16, 33, 35, 48, 61, 67, 70, 73, 75, 87, 92, 93, 99, 102, 107, 111, 115, 119, 123, 123, അതുപോലെ 135, 136 ആൻഡ് 140. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള PDF കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. നോക്കൂ, ഞാൻ പിന്നെയും പറയുകയാണ്, ആ സ്റ്റാൻഡിംഗ് വേവിന്റെ വ്യത്യസ്ത കേസുകൾ, അതുപോലെ റെസൊണൻസ് ട്യൂബിന്റെ ആ ഇക്വേഷൻ, അതെല്ലാം ഒന്ന് വെള്ള പേപ്പറിൽ എഴുതി മാറ്റി വെച്ചേക്കുക. എന്ത് ചെയ്യുക, അത് വീണ്ടും വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രസക്തമായ അല്ലെങ്കിൽ ഏകദേശം നമ്മൾ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഒന്നുകൂടി തിയറി ഒന്ന് പഠിച്ച് വ്യക്തമാക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോവുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നമ്മൾ വേവ്സിന്റെ ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെറ്റീരിയലിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു സ്ട്രിങ്ങിൽ ട്രാവൽ ചെയ്യുന്ന ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷനാണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, y is equal to, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? y is equal to 3 cos into pi 100t minus x അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 100t minus x. ഇനി നോക്കിക്കേ,
ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായി കമ്പയർ ചെയ്തുകൂടെ? നിങ്ങൾക്ക് സൈഡിലാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ കോസിലും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. നോക്കൂ, ഏതാണ് ഇക്വേഷൻ? y = a cos ωt - x. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻ നിങ്ങളൊന്ന് മോഡിഫൈ ചെയ്തേ, ഈ 100t അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ 100πt - πx എന്ന് കിട്ടില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ഈ ഇക്വേഷനും ജനറൽ ഇക്വേഷനുമായിട്ടാണ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആംപ്ലിറ്റ്യൂഡ് 3 എന്ന് കിട്ടും, a 3 ആണ്. അതുപോലെ ഒമേഗ 100π ആണ്. അതുപോലെ നോക്കിക്കേ, k എത്രയാണ്? k π ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വേവ് ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് k മാത്രം പോരെ? k യുടെ ഫോർമുലയിൽ വേവ് ലെങ്ത് ഉണ്ട്. എന്താണ്? k = 2π/λ. 2π/λ. അപ്പൊ നോക്കിക്കേ, π = k ക്ക് പകരം π കൊടുക്കുക. π = 2π/λ. അപ്പോ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ലാംഡ എത്രയെന്ന് കിട്ടും? 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ്. 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 500 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു വേവിന്റെ ഫേസ് വെലോസിറ്റി 360 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് അതായത് രണ്ട് എന്താണ് ഡിസ്പ്ലേസ്മെന്റുകൾ അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, സമയമാണ് 10⁻³ സെക്കൻഡ് എപ്പാർട്ടാണ് ഇവർ രണ്ടുപേരും ഉള്ളത്. ഓക്കെ, 10⁻³ സെക്കൻഡ്. അപ്പോൾ 10⁻³ സെക്കൻഡ് വ്യത്യാസമുള്ള രണ്ട് ഡിസ്പ്ലേസ്മെന്റുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് ഡിഫറൻസിന്റെ ഇക്വേഷൻ ഒന്നിട്ട് നോക്കാവുന്നതാണ്. രണ്ട് ഇക്വേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേസിന്റെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ Δx ഡിസ്റ്റൻസിന്റെയും സമയത്തിന്റെയും രീതിയിൽ. അപ്പൊ നോക്കിക്കേ, ബേസിക് ഫോർമുല എന്താണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ വേണം ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേണമെങ്കിൽ വായിച്ചു നോക്കുക. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അതായത് 10⁻³ സെക്കൻഡ് വ്യത്യാസമുള്ള രണ്ട് ഡിസ്പ്ലേസ്മെന്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ പോയിന്റുകൾ തമ്മിലുള്ള എന്താണ് ഫേസ് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫേസ് ഡിഫറൻസ് Δφ എന്ന് സൂചിപ്പിച്ചാൽ ഇക്വേഷൻ 2π/λ × Δx ആണ്. ഇനി നോക്കിയേ, ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ നിങ്ങൾക്കറിയാം, വെലോസിറ്റി അല്ലെങ്കിൽ സി എന്നാൽ ലൈറ്റ് ഓഫ് സ്പീഡ് എന്നല്ല, ജനറലി ഒരു വേവിന്റെ വെലോസിറ്റിയെ സി കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് സി എന്നത് അല്ലെങ്കിൽ വേവിന്റെ വെലോസിറ്റി എന്നത് വേവ് ലെങ്തിന്റെയും ഫ്രീക്വൻസിയുടെയും പ്രോഡക്റ്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ലാംഡ എങ്ങനെ എഴുതാം? c/f എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, Δx എന്ന് പറഞ്ഞാൽ ഈ സമയം കൊണ്ട് സി എന്നുള്ള വേഗതയിൽ ഈ വേവ് സഞ്ചരിച്ച ദൂരമാണ് Δx. അപ്പൊ Δx നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ct എന്ന് എഴുതിക്കൂടെ? അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്താം? 2π/λ പകരം c/f. അതുപോലെ Δx പകരം എന്താണ്? Δx പകരം ct എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 2πft എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു നോക്കൂ 500 ഹെർട്സ് അല്ലേ ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? ഉത്തരം π റേഡിയൻ എന്ന് കിട്ടി. അപ്പോൾ ഓപ്ഷൻ എ ആണ്. 8th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, നിങ്ങളുടെ മെറ്റീരിയലിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ മുൻപ് അതായത് 8ാമത്തെ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്തു പോയാൽ തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ്? അവിടെ സമയ വ്യത്യാസമാണെങ്കിൽ ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക പോസ് ചെയ്തിട്ട്. അപ്പൊ നോക്കൂ, 500 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു വേവ്, അതിന്റെ വെലോസിറ്റി 360 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ നോക്കൂ, 60 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഉള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള രണ്ട് നിയറസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 500 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു വേവാണ്. വേവിന്റെ വെലോസിറ്റി 360 മീറ്റർ/സെക്കൻഡ് ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? രണ്ട് നിയർ ബൈ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. പക്ഷെ വ്യത്യാസം എന്താണ്? ആ രണ്ട് പോയിന്റുകളും 60 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് നോക്കൂ, ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ നമുക്ക് അതല്ലേ കണ്ടുപിടിക്കേണ്ടത്? പാത്ത് ഡിഫറൻസ് Δx ഈസ് ഈക്വൽ ടു Δφ ഇൻറ്റു λ/2π. നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം ഇതിനെ. കാര്യം നമുക്ക് ഉള്ളത് എന്താണ്? ഫ്രീക്വൻസി വെലോസിറ്റി ആണ് ഉള്ളത്. അതിന്റെ ടേംസിലേക്ക് നമുക്ക് ഇതിനൊന്ന് മാറ്റാം. അപ്പോൾ Δφ ഇൻറ്റു λ നിങ്ങൾക്ക് c/f എന്ന് എഴുതാം. എഫ് ഫ്രീക്വൻസിയാണ്, c വേവ് വെലോസിറ്റിയാണ്. അപ്പൊ നോക്കൂ, അപ്പോ ഇനി Δφ എത്ര എന്നാണ് തന്നിട്ടുള്ളത്? ഫേസ് ഡിഫറൻസ് എത്ര? 60 ഡിഗ്രി.
60 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്നല്ലേ. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്ര? 60 ഡിഗ്രി, അല്ലെങ്കിൽ 60 ഡിഗ്രി നിങ്ങൾക്ക് റേഡിയനിലാക്കുമ്പോൾ π/3 റേഡിയൻ എന്ന് കിട്ടുന്നു. അപ്പോൾ ΔΦ ഇൻറ്റു സി എത്ര? സി എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡ് അല്ല, വേവിന്റെ സ്പീഡാണ്, ജനറലി പറയുന്നതാണ്. 360 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2π ഇവിടെ ആൾറെഡി ഉണ്ട്, ഇൻറ്റു നോക്കൂ എഫ് ഇങ്ങ് താഴെ വരുന്നു 500 ഹെർട്സ്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3/25 മീറ്റർ എന്ന് കിട്ടും. അതിന് സെന്റിമീറ്റർ ആക്കുമ്പോൾ 3/25 × 100 എത്ര? 25 × 100 4, 3 × 4 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നിങ്ങളുടെ മെറ്റീരിയലിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, വളരെ പെട്ടെന്ന് പറയാം. ക്വസ്റ്റ്യൻ നോക്കൂ. 300 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു വേവ്, ഒരു സൗണ്ട് വേവ് ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതായത് പാർട്ടിക്കിൾസിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പാർട്ടിക്കിൾസിന്റെ ഒരു പാർട്ടിക്കിളിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്നത് 0.1 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ആ പാർട്ടിക്കിളിന്റെ മാക്സിമം വെലോസിറ്റി ആണ്. ഇനി നോക്കൂ, നിങ്ങൾക്കറിയാം സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതായത് പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ അതേ ഡയറക്ഷനിലാണ് എന്ത് വേവ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പാർട്ടിക്കിൾ ഇതാ ഇവിടെ ഉണ്ട്. അപ്പൊ നോക്കൂ, ആ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്തു, ഒരു നിശ്ചിത ഡിസ്പ്ലേസ്മെന്റ് ഇതിൽ സംഭവിച്ചു. അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്നത് എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? 0.1 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? മാക്സിമം വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? പാർട്ടിക്കിളിന്റെ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഇൻറ്റു ഒമേഗ. ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഒമേഗയാണ്. അതായത് ഓസിലേഷനിൽ നമ്മൾ ഉപയോഗിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പൊ എ ഇൻറ്റു ഒമേഗ. എ എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇൻറ്റു ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി 2π ഇൻറ്റു ഫ്രീക്വൻസി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് എത്ര? 0.1 സെന്റിമീറ്റർ ഇൻറ്റു 2π ഇൻറ്റു എഫ് എത്ര എന്നാ തന്നിരിക്കുന്നത്? 300 ഹെർട്സ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇൻ ടേംസ് ഓഫ് പൈ ആണ് ഓപ്ഷൻ. അപ്പോൾ ഓക്കെ, ഓപ്ഷനിൽ പൈ ഉള്ള വാല്യൂസ് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൈന്റെ ടേംസിൽ എഴുതുമ്പോൾ 60π സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓപ്ഷൻ ഇ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഒരു യൂണിഫോം റോപ്പ്, അതിന്റെ മാസ് എം ആണ്. അത് എന്ത് ചെയ്യുന്നു? ഒരു റിജിഡ് സപ്പോർട്ടിൽ നിന്നും വെർട്ടിക്കലായി എന്ത് ചെയ്യുന്നു? അത് തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ക്വസ്റ്റ്യൻ തീർന്നില്ല. ഈ ട്രാൻസ്വേഴ്സ് വേവ് പൾസ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി ലോവർ എൻഡ്. അപ്പൊ നോക്കൂ, ഈ ലോവർ എൻഡിൽ നമ്മൾ പിടിച്ച് ഇങ്ങനെ ഒന്ന് ഉലയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ട്രാൻസ്വേഴ്സ് വേവ് പൾസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് പൾസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ സ്പീഡ് ഓഫ് ദി വേവ് പൾസ് വേരീസ് വിത്ത് ഹൈറ്റ് ഫ്രം ദി ലോവർ എൻഡ്. അതായത് ലോവർ എൻഡിൽ നിന്നും ഉള്ള ഹൈറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അനുസരിച്ച് ഈ വേവ് പൾസിന്റെ പൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. വേവ് പൾസിന്റെ ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ വേവ് അല്ല, വേവ് പൾസ് ആണ്. വേവ് പൾസിന്റെ എന്താണ്? സ്പീഡ് എങ്ങനെ വേരി ചെയ്യുന്നു. അപ്പൊ 4 ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഈ വേവ് പൾസിന്റെ സ്പീഡ് എങ്ങനെ ഹൈറ്റ് അനുസരിച്ച് വേരി ചെയ്യുന്നു എന്നാണ്. ഇനി നിങ്ങൾക്കറിയാം എന്താണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി എത്രയാണ് ഇൻ എ സ്ട്രിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് V is equal to √T/μ. T എന്താണ്? ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് അല്ലേ? ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ എന്ന് പറഞ്ഞാൽ mgh ആണ്. ടെൻഷൻ ഒരു ഫോഴ്സ് ആണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? mgh അല്ലേ? ഡ്യൂ ടു ദിസ് എന്താണ്? ഹൈറ്റ്. അപ്പൊ mgh, ടെൻഷൻ mgh മാത്രമല്ല, നോക്കൂ, മാസ് പെർ യൂണിറ്റ് ലെങ്ത് പിന്നെ ഇൻറ്റു GH. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, മാസ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിനർത്ഥം എന്താണ്? ഒരു യൂണിറ്റ് ലെങ്തിൽ എന്തുമാത്രം മാസ് ഉണ്ട്. അപ്പൊ നോക്കി, ഇതാണ് ആ ലൈൻ എങ്കിൽ ഇതിന്റെ ഒരു യൂണിറ്റ് ലെങ്തിൽ എന്തുമാത്രം മാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടതാണ് ഒരു നിശ്ചിത ഹൈറ്റ്. നോക്കിക്കുക, ആ നിശ്ചിത ഹൈറ്റിൽ ഈ വേവ് പൾസിന്റെ വെലോസിറ്റി എത്രയാണ്? അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ നിശ്ചിത ഹൈറ്റിൽ എന്തുമാത്രം മാസ് അടങ്ങിയിരിക്കുന്നു, അവിടെയുള്ള ടെൻഷൻ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നോക്കൂ, അവിടെയുള്ള മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആ നിശ്ചിത ഹൈറ്റ് ഗുണം മാസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നോക്കിയേ, m/l ഇൻറ്റു ആ ഹൈറ്റ്. അപ്പൊ അവിടത്തെ മാസ് കിട്ടി ഇൻറ്റു g. അങ്ങനെയാണ് mgh വരുന്നത്. ഓക്കെ, അപ്പോൾ എനർജിയുടെ ടേംസിൽ നിങ്ങൾ ആലോചിക്കരുത് ഇത് എങ്ങനെയാണ് ഈ mgh വരുന്നതെന്ന് പറഞ്ഞാൽ m/l ഇൻറ്റു h ഇൻറ്റു g ആണ്.
ഓക്കെ, എം ബൈ എൽ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എച്ച് ഹൈറ്റിലെ ഈ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ പോയിന്റിലെ മാസ് ഇൻറ്റു ജി. അപ്പോൾ ടെൻഷൻ ഫോഴ്സ് ആയി, ടെൻഷൻ ഒരു ഫോഴ്സ് ആണ്, എം ജി എച്ച് അല്ല. എം ജി എച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എം ജി എച്ച് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിചാരിക്കരുത്, ടെൻഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കൂ, എം ബൈ എൽ എന്താണ്? മ്യൂ ആണ്, ലീനിയർ മാസ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ഒരു യൂണിറ്റ് ലെങ്തിൽ എന്തുമാത്രം മാസ് അടങ്ങിയിരിക്കുന്നു, അതാണ് ലീനിയർ മാസ് ഡെൻസിറ്റി. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എത്ര? റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. ഓക്കെ, അപ്പോൾ എം എൽ ടി എത്രയാണ്? എം ബൈ എൽ ഇൻറ്റു ജി എച്ച് ഡിവൈഡഡ് ബൈ മ്യൂ എത്രയാണ്? എം ബൈ എൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് ജി ക്യാൻസൽ ചെയ്തിട്ട് റൂട്ട് ഓഫ് ജി എച്ച് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ വി സ്ക്വയർ എടുക്കൂ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എച്ച്. അപ്പോൾ ഏതൊക്കെ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ പറഞ്ഞത്? വിയും എച്ചും തമ്മിലുള്ള ഗ്രാഫാണ്. നോക്കിക്കേ, ഇതൊരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. വി സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ay, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ax എന്നൊക്കെ ഉള്ള ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. താഴെ തന്നിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് പരാബോള? അത് സി ആണ്. ഓക്കെ, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നോക്കാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് പരാബോള. അപ്പൊ മനസ്സിലാക്കേണ്ടത് എം ജി എച്ച് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിചാരിക്കരുത്, ബൈ ലെങ്ത് അല്ല. പിന്നെന്താണ്? എം ബൈ എൽ ഇൻറ്റു എച്ച് ഇൻറ്റു ജി ആണ്. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. ഓക്കെ, താങ്ക് യു.